കാന്തപുരം അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞു. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് പഴയ കാലത്തുള്ള മനുഷ്യനല്ല, അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ചിലപ്പം അങ്ങനെയായിരിക്കും. ആണും പെണ്ണും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എന്ത് തെറ്റിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളൊക്കെ ജോലിയിലോട്ട് പോകുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, അവർ ഒരുമിച്ച് പോകുമ്പോൾ അന്യ സ്ത്രീയും അന്യ പുരുഷനുമാണ് വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഇസ്ലാമിന്റെ ഒരു ആരാധനാലയങ്ങളിൽ ഞങ്ങൾ വരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഉസ്താദ്, പള്ളിയിലച്ഛൻ, പിന്നെ സന്യാസിമാർ, ഈ പറയുന്ന പൂജാകർമ്മങ്ങൾ ചെയ്യുന്നവർ, ഇവരെങ്ങനെ ജീവിക്കും? പെട്ടുപോയില്ല, അവർക്കൊന്നും ചെയ്യാനില്ല, പണിക്കും പോകേണ്ടി വരും. സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള വ്യായാമം അനുവദനീയമല്ല. മെക്സ് അവനെതിരെ പരോക്ഷ വിമർശനവുമായി കാന്തപുരം സമസ്ത. കാന്തപുരം അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഏറ്റെടുത്ത് പലരും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ അവരുടെ പറയുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ അത് സംസാര വിഷയമായിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി പഴയ കാലത്ത് നമ്മുടെ നാടുകളിലെല്ലാം സ്ത്രീകൾക്ക് വളരെ ഹയാത് ഉണ്ടായിരുന്നു. പുരുഷന്മാരെ കാണുന്നതും പുരുഷന്മാരെ കേൾക്കുന്നതും ആവശ്യത്തിന് നിർബന്ധത്തിന് മാത്രം, അതിൻ്റെ ചില നിബന്ധനകളോട് കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിൻ്റെ നിർദ്ദേശം പാലിച്ചു വരികയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ചെയ്തിരുന്നു. ഈ മറ അങ്ങോട്ട് എടുത്തു കളഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പഠിപ്പിച്ച് ഇപ്പോൾ വമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ പോയിട്ട് കേട്ടത്. പഴയ കാലത്തുള്ള മനുഷ്യനല്ല, അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ചിലപ്പം അങ്ങനെയായിരിക്കും. ആണും പെണ്ണും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എന്ത് തെറ്റിരിക്കുന്നു. ഇപ്പോൾ കാന്തപുരത്തിന് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് അത്ര വിവരമില്ല. കാരണം അദ്ദേഹം സോഷ്യൽ മീഡിയ അല്ലെ മറ്റ് രാജ്യങ്ങളിലുള്ള അല്ലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി നമുക്കറിയാം, ബോംബെ, ബാംഗ്ലൂർ, മദ്രാസ് സിറ്റീസിലൊക്കെ ഈ പറഞ്ഞ മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരൊക്കെ വന്ന് ജിമ്മി ചെയ്യുന്നുണ്ട്, എത്രയോ പേര് ചെയ്യുന്നുണ്ട്. അവരൊന്നും മുസ്ലിംസ് അല്ലേ? അങ്ങനെ ഒരു ചിന്താഗതിയൊന്നുമില്ല ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ കുറച്ച് റിജിഡായിട്ടുള്ള എന്താ പറയുക, റിലീജിയസ് ആയിട്ട് പബ്ലിക്കിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. കാലഘട്ടം മാറിയത് അറിയാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്, അറിവിൻ്റെ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കാലഘട്ടം മാറി, ആളുകളുടെ ചിന്താഗതി മാറി. ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആ ചുറ്റുവട്ടം വിട്ടിട്ട് സിറ്റീസിലോട്ടൊക്കെ ചെല്ലുക. മുസ്ലിംസും ഹിന്ദുക്കളും ഒരുമിച്ച് ജിമ്മ് ചെയ്യുന്നവരുണ്ട്, മുസ്ലിംസ് പുരുഷനും സ്ത്രീകളും വന്ന് ജിമ്മ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അന്യ പുരുഷൻ അന്യ സ്ത്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും അവരാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലില്ല. കാരണം അവർക്ക് എന്തുമാത്രം തിരക്ക്, ബിസിനസ്, അവരുടെ ജോലി സംബന്ധമായി അതിൻ്റെ ഫിറ്റ്നസ് കീപ്പ് ചെയ്യാന്നേ ഉള്ളവർ നോക്കുന്നുണ്ടോ. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഈ എന്നാണ് ഈ മതമൊക്കെ വന്നത്? നമ്മൾ മനുഷ്യനായിട്ട് രൂപീകരിച്ചല്ലേ മതം, അല്ലാതെ എവിടുന്ന് മതം വരെ മനുഷ്യനായിട്ട് രൂപീകരിച്ച് മതം എന്തിനാണ്? നമ്മുടെ ഒരു കംഫോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി. എല്ലാവർക്കും ഒന്നും ഈ മനസ്സത്ര കംഫോർട്ടബിൾ ആയി. ഒരു വിശ്വാസം, തനിക്ക് മുകളിലൊരു ശക്തിയുണ്ട്, ആ ശക്തിയോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ശക്തി കിട്ടും, നമുക്ക് എനർജി കിട്ടും, നമ്മുടെ ഹാപ്പിനെസ് കിട്ടും എന്നുള്ള ഒരു ഇത് ചിലവർക്കുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ദൈവത്തിലും വിശ്വാസമില്ല. കാരണം എൻ്റെ മാതാപിതാക്കളായിട്ട് എനിക്ക് വന്നപ്പോൾ കിട്ടിയൊരു മതമേ ഉള്ളൂ. ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കും. അപ്പം ചോദിക്കുമായിരിക്കും, ഞങ്ങളൊക്കെ എന്നാ പോട്ടെ, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കാതിരിക്കുമോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ സംസാരിക്കും, നിങ്ങളൊക്കെ നീ ആരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ? ഇതൊരു മുസ്ലിംസിനോടല്ലേ പറയാം. ഞാൻ ഈ ഇന്ത്യയിലൊരു പൗരനാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. കാന്തപുരത്തിനൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ അഭിപ്രായത്തിന് മറുപടി പറയാൻ എനിക്ക് അവകാശമുണ്ട്. ഈ കാന്തപുരം പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും സംസാരിക്കുന്നുണ്ട്. അതൊരു ഡിബേറ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ മുസ്ലിംസ് വരുന്നുണ്ട്, ഹിന്ദുക്കൾ വരുന്നുണ്ട്, ക്രിസ്ത്യൻസ് വരുന്നുണ്ട്, പല മതസ്ഥർ വരുന്നുണ്ട്, ഇനി ഒരു മതവും ഇല്ലാത്തവർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സംസാരിക്കത്തില്ലേ? അപ്പോൾ പബ്ലിക്കിൽ, സൊസൈറ്റിയിൽ വന്നൊരു ടോപ്പിക്കാണ്. അപ്പം നീ ആരാടാ ഈ ടോപ്പിക്ക്, ഇതിനെക്കുറിച്ച് സംസാരിക്കുക? എൻ്റെ ഉത്തരം ഇതാണ്, നീ പോടാ, നീ ആരെക്കുറിച്ചാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ഞാൻ രൂപീകരിച്ചെടുത്ത എൻ്റെ യൂട്യൂബ് ചാനലാണ്,
ഞാൻ എൻ്റെ ചാനലിലിരുന്നാ പറഞ്ഞു, വേറെ ആരുടെ കിടപ്പറയിലോ അല്ല അവരുടെ വീട്ടിലോ വന്നല്ല പറയുന്ന. SKN ഈ MEC7 നേരത്തെ ഇപ്പോൾ സമീർ ബിൻ കരീം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു വ്യായാമ പരിശീലന പരിപാടിയാണ്. MEC7 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ, അതായത് 22 മിനിറ്റ് കൊണ്ട് 20 വിഭാഗങ്ങളിൽ പെടുന്ന വിവിധ തരത്തിലുള്ള വ്യായാമ മുറകൾ ഇത് പരിശീലിപ്പിക്കുകയാണ്. സാധാരണ നിലയിലുള്ളതുപോലെ ഏതെങ്കിലും ഒരു ജിം നടത്തുന്ന പോലെ ഒരു അടച്ചിട്ട മുറിയിലല്ല, തുറസായ ഇടങ്ങളിൽ, അതായത് കുന്നിൻ ചെരുവുകളിൽ, തുറസായ മൈതാനങ്ങളിൽ ഇതൊക്കെയാണ് MEC7 നടത്തുന്നത്. ഇത് തുടങ്ങിയത് ഒരു വിമുക്ത ഭടനായ പി സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2022 ഈ വ്യായാമ മുറ തുടങ്ങിയ ശേഷം വളരെ വേഗം മലബാർ മേഖലയിൽ ഇതിന് പ്രചാരം ലഭിക്കുകയും ഏതാണ്ട് 1000-ഓളം യൂണിറ്റുകൾ വിവിധ ജില്ലകളിലായി ആരംഭിക്കാൻ കഴിയുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് MEC7 പിന്നിലുള്ള ചില ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPIM അതുപോലെ AP സുന്നി വിഭാഗവും രംഗത്ത് വരുന്നത്. രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ആക്ഷേപമാണുള്ളത്. അതിൽ CPIM ആരോപിക്കുന്നത് MEC7 പിന്നിൽ അല്ലെങ്കിൽ MEC7ന്റെ മറവിൽ മറ്റു ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദികൾ പ്രവർത്തിക്കുന്നുണ്ട്, നിരോധിത സംഘടനയായ PFIയിലെ അംഗങ്ങൾ ഇതിന്റെ മറവിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിൽ ഈ ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനാണ്. സമസ്തയെ സംബന്ധിച്ച്, അതായത് AP സുന്നി വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് സ്ത്രീകൾ കൂടുതലായി ഈ വ്യായാമ മുറയുടെ ഭാഗമാകുന്നു, അവർ ഈ വ്യായാമ മുറകളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഈ വിശ്വാസ സംബന്ധമായ ഇതുവരെയുള്ള നടപ്പ് രീതികളെ വെല്ലുവിളിക്കുകയും ആചാരപരമായ കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈലിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ആക്ഷേപമാണ് AP സുന്നി വിഭാഗം ഉന്നയിക്കുന്നത്. അതായത് CPM ഉന്നയിക്കുന്നത് രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള ആരോപണമാണെങ്കിൽ AP സുന്നി വിഭാഗം ഉന്നയിക്കുന്നത് മത സ്വഭാവത്തിലുള്ള ആരോപണമാണ്. അങ്ങനെയാണ് ഈ MEC7-എതിരായിട്ടുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം SKN, ഇവർക്കൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. ഈ വാട്സാപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ആളുകൾ മുൻപ് PFIയിലെ അംഗങ്ങളായിരുന്ന ആളുകളാണ്, അതിലെ സജീവ പ്രവർത്തകരായിരുന്ന ആളുകളാണ് എന്നതാണ് CPMന്റെ മറ്റൊരു ആക്ഷേപം. ഏതായാലും MEC7 ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം, ഈ കൂട്ടായ്മ തുറസായ ഇടങ്ങളിൽ വളരെ യാതൊരു തരത്തിലുള്ള മറവും ഇല്ലാതെ വളരെ സുതാര്യമായി നടത്തുന്ന ഒരു വ്യായാമ പദ്ധതിയാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വളരെ വേഗം ആളുകൾക്ക് മുക്തി നേടാൻ സഹായിക്കുന്നു എന്നതാണ് അവരുടെ ഒരു ആക്ഷേപം, അവരുടെ ഒരു പ്രധാനപ്പെട്ട വിശദീകരണം. അതുകൊണ്ട് ഇതിന് മറ്റേതെങ്കിലും തരത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും വിവിധ രാഷ്ട്രീയ വിശ്വാസികളും ഒക്കെ ഈ വ്യായാമ മുറയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് MEC7 അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ഏതായാലും ഈ കാര്യത്തിൽ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട്. പ്രധാനമായും ഇത് മുസ്ലിം പോക്കറ്റുകളിലാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടും ഇതിലെ അംഗങ്ങൾ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ടും ഇതിന് തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന ആരോപണം ഒരു ഭാഗത്ത് CPM ഉന്നയിക്കുകയും അതേസമയം തന്നെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വെള്ളം ചേർക്കാൻ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന നീക്കങ്ങളാണ് എന്ന് AP സുന്നി വിഭാഗം മറുഭാഗത്ത് ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. CPM ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് P മോഹനന്റെ വാക്കുകളിൽ നമ്മൾ കണ്ടത്.
ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അത് കേട്ട് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനതയുണ്ട്. ഒരു വിഭാഗം, എല്ലാവരും അല്ല പറയുന്നത്, ഒരു വിഭാഗം. അങ്ങനെ വിശ്വസിക്കുന്നവർ വഴി അവരെയാണ് ഇവിടെ മുതലെടുക്കുന്നത്. ഈ മതത്തിൻ്റെ മുകളിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളില്ല, അവർ ഹാപ്പിയാണ്. കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലേ ഉള്ള അവരെ 10 പേര് അറിയുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അവർ ആരറിയാൻ വേണ്ടിയാണ്? ദൈവം ആരെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടോ? പിന്നെ മതത്തിൻ്റെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇന്ന മതത്തിന് ഇന്ന പോലെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ ചെയ്തുകളെക്കുറിച്ച് ആര് പഠിപ്പിച്ചു? ദൈവം മുകളിൽ നിന്ന് ഒരു പേപ്പറിൽ എഴുതി ഇങ്ങനെ ദൈവം മുകളിൽ നിന്ന് മെയിൽ ചെയ്ത് കൊടുത്തോ, അല്ലെങ്കിൽ മെസ്സേജ് അല്ലെ വാട്സപ്പ് ചെയ്തോ? നമ്മളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഒരിടയ്ക്ക് സമാധിയായിരുന്നു കേരളത്തിൽ, മഹാസമാധി. എൻ്റെ അച്ഛൻ സമാധി ഏതാണ്, അതിനെ കൂട്ടുപിടിക്കാൻ കുറച്ച് ആൾക്കാർ. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകളെയൊക്കെ നിങ്ങൾ വീട്ടിൽ പിടിച്ചിരുത്തു. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പം അന്യസ്ത്രീ അന്യപുരുഷനല്ലേ, ഇന്നതെല്ലാം വേണം. ഒരു പണിയും ചെയ്ത് വീട്ടിലിരിക്കുന്ന വ്യക്തിയാണെന്ന് വെച്ചോ, ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് പോകും, സ്ത്രീ അന്യപുരുഷൻ വരുന്നില്ലേ? ഇനി നിങ്ങൾക്കൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നു, ബ്ലഡ് വരുമ്പോൾ അന്യസ്ത്രീ അന്യപുരുഷൻ ബ്ലഡുകൾ വരുന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളാകുന്നില്ലേ? ഇനി സർജറി ചെയ്യാൻ വരുന്ന വ്യക്തികൾ, ഡോക്ടർ, നേഴ്സ്, ഇവരുടെയൊക്കെ മതം അല്ല അവരുടെയൊക്കെ ജെൻഡർ നോക്കിയിട്ടാണോ നമ്മൾ അവരെ എടുക്കുന്നത്? എങ്ങനെയാണ്? പറ്റില്ല. ബ്ലഡ് മേടിക്കുമ്പോൾ ജെൻഡർ നോക്കി, അന്യസ്ത്രീ അന്യപുരുഷൻ അന്യമതം ഇതൊക്കെ നോക്കിയിട്ടാണോ നമ്മൾ ബ്ലഡ് മേടിക്കുന്നത്? അവയവദാനം നടത്തുമ്പോൾ അന്യസ്ത്രീ അന്യപുരുഷൻ അന്യമതം ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവയവങ്ങൾ ദാനം ചെയ്യുന്നത്, നമ്മൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് നമ്മൾ മാറേണ്ട സമയമായിരുന്നു. ചിന്തിക്കുക, കാലഘട്ടം മാറുമ്പോൾ ചിലർ വന്ന് ഭയങ്കര വൈകാരികമായിട്ട് സംസാരിക്കും. ഇന്ത്യയിൽ ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കാവുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം നമുക്കുണ്ട്, അത് മറക്കല്ലേ. ഇവിടുത്തെ പ്രശ്നം നമ്മുടെ മതങ്ങളെല്ലാം കൂടി ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മതത്തിനനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന അവർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് എല്ലാവരോടല്ലോ ഞങ്ങളുടെ മതത്തെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൻ്റെ അണ്ടറിൽ നിൽക്കുന്നവരോടല്ലേ. ഈ മതത്തിൽ അണ്ടറിൽ നിൽക്കുന്നവരെന്ന് പറയുമ്പോൾ പലരും നിവൃത്തികേട് കൊണ്ടാണ്, എല്ലാവരും ഒന്നും അത്രക്കാരൊന്നുമല്ല. മതത്തിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു വിശ്വാസം, ഒരു കംഫോർട്ട്, ഒരു ഹാപ്പിനെസ്, ഒരു നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് തുണയായിട്ട് മുകളിലൊരു ശക്തി ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. അതിനിപ്പം കർത്താവെന്നോ അള്ളാഹെന്നോ അല്ല ശിവനെന്നോ നമ്മൾ പല പേരിട്ടുള്ളിട്ട് വിളിക്കുന്നു. എവിടെയും പ്രതീക്ഷയില്ലാതെ വരുമ്പം ഒരു പ്രത്യാശ, നമുക്കൊരു പ്രത്യാശ, ആരോടിലൊക്കെ നമ്മുടെ വിഷമങ്ങൾ തുറന്ന് നമുക്ക് ആരോടും പറയാനില്ലാതെ വരുമ്പോൾ ഒന്നിച്ച് നിന്ന് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ ആരോഗ്യ സംരക്ഷണം നമ്മളൊക്കെ കാണിക്കുന്ന ഈ പ്രക്രിയ, ഇത് ഈ വാട്സപ്പ് മുഴുവനും ചെയ്യുന്നില്ലല്ലോ. അവരൊരു വ്യായാമമല്ലേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ കാണുന്നില്ലേ? അതൊരു പൊതുവിടത്തല്ലേ? ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഇസ്ലാമിന്റെ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം. ഇനി നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ വിടാതിരിക്കുക നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ നിങ്ങൾ ഒരു മതത്തിന്റെ പേരിൽ, ഒരു പുരോഹിതന്റെ പേരിൽ, പുരോഹിത വചനത്തിന്റെ പേരിൽ അത് സമൂഹത്തിലേക്ക് സന്ദേശമായി താഴേക്ക് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലെന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. ആഹ്വാനത്തെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. പുരുഷനും മിങ്കിളായിട്ടുള്ള ഏത് ക്രയവിക്രയങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. അത് 6-ാം നൂറ്റാണ്ടെന്നോ 5-ാം നൂറ്റാണ്ടെന്നോ പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. ഇയാള് ആദ്യം ഭയങ്കര വൈകാരികമായിട്ടങ്ങ് സംസാരിക്കും, എന്നിട്ട് പിന്നെ പെട്ടെന്ന് പുള്ളിന്ന് കാമായി കാണാം. ഇത് മീഡിയയാണ്, 10 ആൾ കാണുന്ന കാണാം. അതുകൊണ്ട് നമ്മളൊരു കാര്യം, ഒരു മതപുരോഹിതൻ ആഹ്വാനം ചെയ്ത ഒരു കാര്യം, അത് പബ്ലിക്കിലോട്ടാണ് ആഹ്വാനം ചെയ്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വി ഹാവ് റൈറ്റ്. ആസ് എ ഇന്ത്യൻ സിറ്റിസൺ വി ഹാവ് റൈറ്റ്. അവിടെ വന്നുകൊണ്ട് പുള്ളി പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ഭാര്യമാർ, നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിലോ അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളോട്ട് എത്തിച്ചത് എന്തിനാണ്? അങ്ങനെ എത്തിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള റൈറ്റ്. വി ഹാവ് റൈറ്റ്. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ ഈ രാജ്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും കോടീശ്വരല്ല. ഒരു 50% മുകളിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസയ്ക്ക് വേണ്ടി വട്ടം ചുറ്റുന്ന മനുഷ്യരുള്ള നാടാണ് ഇന്ത്യ. അവിടെയാണ് നിങ്ങൾ ഈ മതത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇന്നതുപോലെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അവർക്ക് രാവിലെ ഏറ്റി എവിടെയെല്ലാം പോയി എന്തെല്ലാം ജോലി ചെയ്ത് ഇത് മതം വിറ്റ് ജീവിക്കുന്ന ഒരു വിഭാഗം ജനത, അതെല്ലാ മതത്തിലും ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇപ്പം ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവരിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ഇങ്ങനെ അരിമണികളിങ്ങനെ അത് കൊത്താൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരുമല്ല, ഒരു വിഭാഗം ജനതയുണ്ട്. ഈ കൊത്തുന്നവരെയും കൊണ്ട് അവർ ജീവിക്കും. അവരെ വീണ്ടും കൊത്തിച്ച് ഭാവിയിലോട്ട് അവരുടെ മക്കളോടെ കൊത്തിക്കാൻ നോക്കും. കാരണം ഇവർ കൊത്താൻ ഇവരിടുന്ന അരിമണികൾ കൊത്താനില്ലെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ ജീവിക്കും? നാളെ മൂലം എല്ലാ മനുഷ്യരും ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾ ഇനി അമ്പലത്തിലും വരില്ല, പള്ളിയിലും വരില്ല, ഒരു ആരാധനാലയങ്ങളിലും ഞങ്ങൾ വരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഉസ്താദ്
പള്ളിയിലച്ഛൻ, പിന്നെ സന്യാസിമാർ, ഈ പറയുന്ന പൂജാകർമ്മങ്ങൾ ചെയ്യുന്നവർ, ഇവരെങ്ങനെ ജീവിക്കും? പെട്ടുപോയില്ലേ? അവർക്കൊന്നും ചെയ്യാനില്ല. വല്ല പണിക്കും പോകേണ്ടി വരും. അതാണ് സത്യാവസ്ഥ. തലപ്പത്തിങ്ങനെ ഇരിക്കുന്ന, ഏറ്റവും മുകളിലിരിക്കുന്ന, തലക്കനത്തിൽ ഏറ്റവും മുകളിലിരിക്കുന്ന എല്ലാ മതത്തിൻ്റെ ഹെഡുകളുണ്ട്. അവർ വരുമ്പോൾ ഒരു 10 ആൾ കൂടെ കാണും, 10 അല്ല, ഒരു കൂള് കാണും. നാളെ മുതൽ ഈ 10 ആളെയൊക്കെ നിർത്താനുള്ള പൈസയിൽ എന്ത് ചെയ്യും? നമ്മൾ കൊണ്ട് ആരാധനാലയങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയാണല്ലോ ഇവരുടെ ഫണ്ടിലോട്ട് വരുന്നത്. ഈ ഫണ്ടിലാണല്ലോ ഇവരെല്ലാം ജീവിക്കുന്നത്. ഇവരൊക്കെ ഈ തലപ്പത്തിലും ഓരോ മതത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നവരൊക്കെ ഒരു വലിയ വിഭാഗം ലക്ഷറി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇവർ ലക്ഷറി, മറ്റുള്ളവരോടെല്ലാം ലക്ഷറി കട്ട് ചെയ്തിട്ട്, എനിക്ക് എത്രയോ അറിയാം, ഈ വലിയ മതപുരോഹിതന്മാരുടെ കയ്യിലൊക്കെ 2ഉം 3ഉം ഫോൺ, ആപ്പിളിൻ്റെയൊക്കെ ഐഫോൺ, അതുപോലെ സാംസങ്ങിൻ്റെയൊക്കെ മടക്കുന്ന ടൈപ്പുള്ള ഫോൺ, അവരൊക്കെ യാത്ര ചെയ്യുന്ന ബെൻസിലും വലിയ ലക്ഷറി കാറുകളിലും വലിയ ലക്ഷറി മന്ദിരങ്ങളിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരുടെ ഉപദേശിക്കും. ഈ കുട്ടനാടൻ മാർപ്പാപ്പ എന്നൊരു പടത്തിൻ്റെ അകത്ത് ചാക്കോച്ചനോട് ധർമ്മജം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ചാക്കോച്ചൻ തൻ്റെ ലവറോട് സംസാരിക്കും, 2ഉം കൂടെ വേണ്ട. ആ പടം കണ്ടിട്ടുള്ളവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അടിച്ചാൽ മതി, കുട്ടനാടൻ മാർപ്പാക്ക 2ഉം കൂടെ വേണ്ട എന്നൊരു ഡയലോഗുണ്ട്. നിങ്ങളത് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഞാൻ പറഞ്ഞ 2ഉം കൂടെ വേണ്ട. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞ നിലപാട് ഇസ്ലാമിൻ്റെ നിലപാടാണ്. ഇസ്ലാമിൻ്റെ ഏതൊരു വിഷയത്തെക്കുറിച്ചും ഇസ്ലാമിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു അപകടത്തെ മാത്രം, അഥവാ അതിൻ്റെ ഭാവിയിൽ വന്നു ചേരാനുള്ള ഒരു അപകടത്തെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇസ്ലാം ഏതൊരു വിഷയത്തിലും നിലപാട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സ്ത്രീയും പുരുഷനും, അന്യ സ്ത്രീയും പുരുഷനും, അഥവാ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് തനിച്ചാവുക എന്നുള്ളത് ഇസ്ലാം അത് വിലക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അവർ തെറ്റിലേക്ക് ഏർപ്പെട്ടിട്ടില്ല, പക്ഷേ ആ തെറ്റിലേക്ക് ഏർപ്പെടാനുള്ള വഴിയെ കൂടി ഇസ്ലാം നേരത്തെ തന്നെ അതിലൊരു ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ നിലപാട് തന്നെയാണ്. ആ നിലപാടാണ് ഇസ്ലാമിനുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആനും തിരുവചനങ്ങളും പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. സുരേഷ് സാറേ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ വ്യക്തമല്ല ഞാൻ പറഞ്ഞത്. അന്യ സ്ത്രീയും പുരുഷനും മിങ്കിൾ ചെയ്തിട്ടുള്ള ഏതൊന്നും ഇസ്ലാമിൻ്റെ അഭിപ്രായത്തിൽ അത് ഭൂഷണമല്ല എന്ന് ഇസ്ലാം നിലപാടാണത്. അത് ഇസ്ലാമിൻ്റെ നിലപാടാണ്. ആ നിലപാട് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താൻ നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് അനുവർത്തിക്കാനുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അല്ല, അപ്പൊ എന്റെ സംശയം, താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. എന്റെ സംശയം, ഒരു ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നു, ഒരു തിയേറ്ററിൽ ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്നു, NCCയിലോ പോലീസിലോ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിലോ അല്ലെങ്കിൽ മിലിറ്ററിയിലോ ഒരു പരേഡിലോ അല്ലെങ്കിൽ ആയോധന കലകളിലോ ഒന്നിച്ച് അഭ്യസിക്കുന്നു. എങ്ങനെയാണ് തിയേറ്റർ? അവരൊക്കെ ഇസ്ലാം അല്ല, അവർക്ക് മതത്തിന് പുറത്താണ്. തെറ്റായ അല്ല, കല മുസ്ലിം അല്ലെന്നല്ല, അത് കൊണ്ടുപോകാൻ തെറ്റായ ഒരു ചർച്ചയിലേക്കാണ്. ഇസ്ലാം അല്ലെന്നല്ല, തിന്മ അഥവാ ഇസ്ലാം ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിന് എതിര് ചെയ്യുന്നവരൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്നല്ല, അവർ ചെയ്യുന്ന തെറ്റാണ്. ഈ ഇസ്ലാം സ്ത്രീ അന്യപുരുഷന്റെ കൂടെ നിന്നാലും ഇരുന്നാലും എല്ലാം പ്രശ്നമാണ്. എനിക്കിത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, ഇവരെങ്ങനെ ജീവിക്കും, ഇവരെങ്ങനെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞാൻ ആദ്യം ഇവരെങ്ങനെ ഒരു തൊഴിൽ മേഖല നിലനിൽക്കും? ഇത് വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. ഇത് എങ്ങനെ ഇവർക്ക് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത്? നിങ്ങൾ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇപ്പം ചിലവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശക്തി എപ്പോഴും വേണം. എന്നെ സംബന്ധിച്ച് ഒരു ശക്തിയുടെ ആവശ്യമില്ല. മറ്റുള്ളവർക്കത് അവർക്കൊരു ശക്തി വേണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ചൂസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ലഡു ജിലേബിയാണ്. ഞാനത് വയറ് നിറയെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പകുതി കൂടുതൽ കഴിച്ചാൽ ഞാൻ വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും, നമുക്ക് തലയ്ക്ക് വരാം, മത്ത് പിടിക്കും, നമുക്ക് ഷുഗറല്ല വേറെ വല്ല പ്രശ്നങ്ങളോട്ടും വരും. അതെ, ബിരിയാണി ഇഷ്ടമാണ്. ബിരിയാണി നമുക്ക് ഇഷ്ടമല്ല. ബിരിയാണി നമ്മളിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ടൈം കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അമിതമായ അമൃതം വിഷം. ആ വേർഡ് കറക്റ്റ് പറഞ്ഞാൽ അമിതമായ അമൃതം എന്ന സാധനം അറിയാമല്ലോ, അമൃതം വിഷമാണ്. ഇതെല്ലാം വൈകാരികമായി അല്ലെങ്കിൽ തീവ്രമായി ഒരു മതമാണെങ്കിലും ഒരു വിശ്വാസമാണെങ്കിലും ഒരു രാഷ്ട്രീയ കാര്യത്തിലാണെങ്കിലും ഒരു ആരാധനയിലാണെങ്കിലും നമ്മൾ വൈകാരികമായി തീവ്രമായി അതിലോട്ട് വന്നു കഴിയുമ്പം നമ്മുടെ നാശം വരും. നമ്മൾ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കും? മറ്റുള്ളവരുടെ ഫ്രീഡം, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്കൊരു ഫ്രീഡം ഉണ്ട്. നമ്മൾ വ്യക്തികളുടെ ഫ്രീഡത്തിൽ കൈകടത്താൻ ഒരു മതത്തിന് അവകാശമില്ല. ഇന്ത്യയിൽ ഭരണഘടനയുണ്ട്. ഏത് രാജ്യത്ത് നിന്നാലും ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് അണ്ടറിലാണ് മതം, അല്ലാതെ ഭരണഘടനയ്ക്ക് മുകളിലല്ല മതം ഇരിക്കുന്നത്. സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്താ? ഖൈറു മത്താഇ ദുനിയ അൽ മർഅതു സാലിഹ. തിരുനബിയുടെ വചനമാണിത്. ഏറ്റവും ഉത്തമരും ഉദാത്തവരും ഈ ഭൂമിയിൽ പുരുഷനേക്കാളേറെ സ്ത്രീയാണ് എന്ന് അവർക്ക് അത്രയും വലിയ മഹത്വം പറഞ്ഞു വെക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം. അതല്ല താങ്കൾ പറഞ്ഞത് അവരൊന്നും ഇസ്ലാം അല്ലാതാകുന്നില്ല, പക്ഷേ അത് പാപമാണ്. ഒരു നിലക്ക്
ഞാൻ നേരത്തെ പറഞ്ഞ പട്ടികയിൽപ്പെട്ട ഈ പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ മതത്തിന്റെ കണ്ണിൽ നോക്കിയാൽ ചെയ്യുന്നത് തെറ്റാണ്. തെറ്റാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തെറ്റാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ മുസ്ലിം പണ്ഡിതന്മാരല്ലേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, കൊറോണ കാലഘട്ടത്തിൽ സൂര്യ സാർ, കൊറോണ കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ആരെങ്കിലും വന്നിട്ട് കൊറോണയെ കുറിച്ചുള്ള അവയർനെസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഡോക്ടേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചവർ ഡോക്ടേഴ്സ് ആണ്. അവർ കൊറോണയെ കുറിച്ച് അഭിപ്രായം പറയട്ടെ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിക മതപണ്ഡിതന്മാർ പറയട്ടെ. അതല്ലേ വേണ്ടത്. ഏത് നൂറ്റാണ്ടിലാണ് ഇത് ചോദിച്ചല്ലോ. ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മിക്സഡ് ഡബിൾസിൽ സാനിയ മിർസയും ബൊപ്പണ്ണ സഖ്യവും അതേപോലെ പലരും രാജ്യത്തിന് മെഡൽ വാങ്ങി തന്നതിന് ശേഷമുള്ള കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അത്തരം കായിക ഇനങ്ങൾ ലോകരാജ്യങ്ങൾ, മതനിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളടക്കം അംഗീകരിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയോധന കലകളിലോ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിലോ ഒന്നിച്ചു പങ്കെടുക്കുന്നത് നിയമപരമായി ശരിയെന്ന് നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇരുന്നു കൊണ്ടാണ്. അത് മതശാസ്ത്രം അതിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നത്. എന്റെ യുക്തിയാണ് ചോദിച്ചത്. പറയുന്നതിന് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കും. പക്ഷേ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ, എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം അല്ല, സുരേഷാനോട് ചോദിക്കാണ്, ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണ കായിക പദ്ധതികൾക്കും എതിരാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ഇസ്ലാം ഒന്നിച്ച് മാസത്തിൽ നടത്തിയാൽ അത് പാപമാണെന്ന് പറഞ്ഞ മതപണ്ഡിതരോട് ചോദിക്കൂ. അല്ലെ ഒരു പറ്റു അല്ല, നിങ്ങൾ അത് പാപമാണെന്നല്ല പറഞ്ഞത്. മിങ്കിൾ ചെയ്തിട്ടുള്ള സമ്മിശ്രമായി ആണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും മിങ്കിളായിട്ടുള്ള ഇടകലർന്നിട്ടുള്ള ഏതൊരു അഭ്യാസ മുറകളും തെറ്റാണെന്ന് പറഞ്ഞത്. എന്തൊക്കെയാ ഈ പറയുന്നത്? കാലം എത്രയോ മുമ്പോട്ടാ പോകുന്നത്. കാലം സഞ്ചരിക്കുന്ന മുമ്പോട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികളും കാലം പിറകോട്ടാണോ എന്ന് ചിന്തിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. കോമൺ സെൻസ് എന്ന സാധനമുണ്ട്. ഒളിമ്പിക്സ് വരെ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സാനിയ മിർസ തന്നെ, അപ്പോൾ തന്നെ ഒരു എക്സാമ്പിളോടെ പറഞ്ഞത്. അപ്പം ഇവരിതിനൊക്കെ എന്താണ്, വിളിക്കൊന്നും പറയാനില്ല, ഞാൻ മുസ്ലിം അല്ലേ എന്നാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇത്രയും വൈകാരികമായി ചിന്തിക്കുന്നത്? ഇപ്പം നമ്മൾ ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ ഇവിടെയൊക്കെ ജിമ്മിലും പോകുന്നുണ്ട്. അന്യപുരുഷൻ്റെ കൂടെ ഓപ്പൺ ജിമ്മല്ല, ക്ലോസ്ഡ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ മോഡലിങ്ങിന് പോകുന്നുണ്ട്, അവരൊക്കെ സിനിമയ്ക്ക് പോകുന്നുണ്ട്, അവരൊക്കെ ടൂർ പോകുന്നുണ്ട്, അവരൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, അവരൊക്കെ സിനിമ കാണാൻ പോകുന്നുണ്ട്, അവരൊക്കെ സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്ന പോലും, അവരെന്നാലും മൈൻഡ് ചെയ്യുന്ന പോലും. തീവ്രമായ മതത്തെക്കുറിച്ച് ചിന്തിക്കുക, തീവ്രമായ പ്രസ്താവനകൾ മുമ്പോട്ട് വെക്കുന്ന ഒരു വലിയ ജനത ഓരോ മതത്തിലുമുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ നോക്കുക. പിന്നെ അടിമപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ അടിമപ്പെടുക. അതൊക്കെ അവരോട് ഇഷ്ടം. ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ടോപ്പിക്കായി വന്നുകൊണ്ട് ഞാൻ അവിടെ സംസാരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്നവർ കാണും, വിയോജിക്കുന്നവർ കാണും. അതൊക്കെ യുവർ ചോയ്സ്. അങ്ങനെ എങ്ങനെ മനുഷ്യർ ജീവിക്കും? നിങ്ങൾ എപ്പോഴും കേരളത്തിൽ 10-26% മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ തന്നെ നമ്മൾ പോപ്പുലേഷൻ ഷെയർ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം മതവിശ്വാസികൾ താമസിക്കുന്ന ഒരു നാടാണ്. അവിടെ മുസ്ലിം മതപണ്ഡിതർ പറയാണ്, ആണുങ്ങളുമായി സംസാരിക്കുന്നത് പോലും അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. കൂടുതൽ സംസാരിക്കുന്നത്, ഇടപഴകുന്നത്, ഒരു വ്യായാമം ഒരു ഗ്രൗണ്ടിൽ ഒന്നിച്ചു ചെയ്താൽ അത് നിങ്ങളുടെ മതവിശ്വാസ പ്രകാരം പാപമാണെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. സാറേ, ഈ ഒന്നിച്ച് നിന്ന് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ ആരോഗ്യ സംരക്ഷണം നമ്മളൊക്കെ കാണിക്കുന്ന ഈ പ്രക്രിയ, ഇത് ഈ വാട്സപ്പ് മുഴുവനും ചെയ്യുന്നില്ലല്ലോ. അവരൊരു വ്യായാമമല്ലേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാണുന്നില്ലേ? അതൊരു പൊതുവിടത്തല്ലേ? എടാ, ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഇസ്ലാമിന്റെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ വിടാതിരിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ നിങ്ങൾ ഒരു മതത്തിന്റെ പേരിൽ, ഒരു പുരോഹിതന്റെ പേരിൽ, പുരോഹിത വചനത്തിന്റെ പേരിൽ അത് സമൂഹത്തിലേക്ക് സന്ദേശമായി താഴേക്ക് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലെന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. ആഹ്വാനത്തെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. പുരുഷനും മിങ്കിളായിട്ടുള്ള ഏത് ക്രയവിക്രയങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. അത് 6-ാം നൂറ്റാണ്ടെന്നോ 5-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. അതിന് വിരുദ്ധമായ ഇവിടെ അല്പവസ്ത്രം ധരിച്ചു നടക്കുന്നവരില്ലേ വിശ്വാസത്തിന്റെ ഭാഗമായി? അവരോട് നിങ്ങൾ അല്പവസ്ത്രം ധരിക്കരുതെന്ന് പറയാനുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ നിയമം എന്താണ്? പുരുഷന് പുരുഷന്റെ വസ്ത്രമുണ്ട്, സ്ത്രീക്ക് സ്ത്രീയുടെ വസ്ത്രമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിവസ്ത്രരായിട്ട് നടക്കാം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്. അതൊക്കെ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ് എന്നുള്ള, വിവസ്ത്രരായി നടക്കാൻ പറഞ്ഞത് തെറ്റാണ്.
അന്യ സ്ത്രീയും പുരുഷനും പക്ഷേ ഒന്നിച്ച് ഒരു കാര്യം ഓർക്കണം, ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഓരോ വ്യക്തിക്കും മൗലിക അവകാശം നൽകുന്നുണ്ട്. വസ്ത്രധാരണവും അഭിപ്രായ സ്വാതന്ത്ര്യവും മതവിശ്വാസവും സഞ്ചാര സ്വാതന്ത്ര്യവും ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക്, ഒരു പൗരന് മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അനുവദിച്ച് നൽകിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ മുകളിൽ ഒരാൾക്കും വിലക്ക് കൽപ്പിക്കാനോ അല്ലെങ്കിൽ തിട്ടൂരം പുറപ്പെടുവിക്കാനോ കഴിയില്ല. ആഹ്വാനം നടത്താം എന്ന് മാത്രമേ. ഇപ്പം നമ്മൾ മൗലിക അവകാശങ്ങളുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. മൗലിക അവകാശങ്ങൾക്ക് മുകളിലാണ് മതം എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് പല മതവിഭാഗക്കാരും ശ്രമിക്കുന്നത്. ഈ മതം എന്നല്ല, പല മതവിഭാഗക്കാരും. ഇതിപ്പോൾ ഇത് ഹാപ്പിനെസ് ആണോ കിട്ടുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ കയറി വിലക്കം വെക്കുകയാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. എല്ലാ മതത്തിലും തീവ്രമല്ലാതെ വിശ്വസിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്കിത് പ്രശ്നമാവും. ഈ മുകളിൽ ചിന്താഗതികളൊക്കെ അവർക്ക് ഈ റെസ്ട്രിക്ഷൻസൊക്കെ ബുദ്ധിമുട്ടാവും. എല്ലാം ഒന്നും എല്ലാവർക്കും പറയാൻ പറ്റില്ല. ലൈസൻസ് എടുക്കാനുള്ള അനുമതി നല്ല ഒരു പെണ്ണിന് വാഹനം ഓടിക്കാനും അവൾ പൂർണ്ണമായി ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കാനും കായിക അഭ്യാസം നടത്താനും അവിടെ ആരോഗ്യ സംരക്ഷണത്തിനും അവർക്ക് അനുഗുണമാകുന്ന രൂപത്തിലുള്ള കലയും സാഹിത്യവും എല്ലാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സിനിമ, അതിനിടയ്ക്ക് സിനിമയുടെ ഒരു ചർച്ച വന്നു. സിനിമ എന്ന കലാവിഷ്കാരത്തെ ഇസ്ലാം തിരസ്കരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. മനുഷ്യന്റെ ഈ വിഷനിലൂടെ മനുഷ്യൻ കാണുന്ന പലതും മനുഷ്യന്റെ ഹൃദയത്തിൽ വല്ലാത്ത നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ നിങ്ങളൊക്കെ കണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ, ഏഷ്യാനെറ്റിന്റെ തന്നെ ന്യൂസിലാണെന്ന് തോന്നുന്നു, ഒരു സ്കൂളിൽ കുട്ടി വിവസ്ത്രനായി യാത്ര ചെയ്തു. സ്കൂളിന്റെ എല്ലാ മേഖലകളിലൂടെയും വിവസ്ത്രനായി യാത്ര ചെയ്തു. ടീച്ചേഴ്സ് ഏഷ്യാനെറ്റിന് കൊടുത്ത അഭിമുഖത്തിൽ എന്താ പറഞ്ഞത്? അല്ലു അർജുനന്റെ പുതിയ സിനിമ കണ്ട് അതിന് ഇൻസ്പയർ ആയിക്കൊണ്ട് അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു ചിത്രം 1-2 കൊല്ലമായുള്ള ഒരു ചിത്രം, അത് ആ ചിത്രത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ചിത്രം കഴിഞ്ഞതിന് ശേഷം നടന്ന കൊലക്കൊക്കെ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള വാർത്താ ചാനൽ വന്നത് ദൃശ്യം മോഡൽ കൊലപാതകമെന്നാണ്. അപ്പൊ ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണത്തിനും സാഹിത്യത്തിനും എതിരല്ല, മനുഷ്യർക്ക് അനുഗുണമാകണം. ഓരോ കലാസൃഷ്ടിയും ഓരോ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമ പാപം അധാർമികത ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ള താങ്കളുടെ വാദമാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ പുരോഹിതരൊക്കെ ഇതേപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒക്കെ നടത്തുന്ന ആഹ്വാനം അതേപോലെ ഇവിടുത്തെ ജനങ്ങൾ അങ്ങോട്ട് നിറവേറ്റാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് ഏത് രാജ്യമായി മാറുമായിരുന്നു? നിങ്ങൾ അത് വ്യക്തിഗതമല്ലേ? അത് വ്യക്തിഗതമല്ലേ? ഞങ്ങൾ പറയുന്നത് ഏത് കലയും ഏത് സാഹിത്യവും ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. മതവും മതത്തിൻ്റെ പുരോഹിതന്മാരും പറയുന്ന എല്ലാം നാടിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ. ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്ന എല്ലാം തിന്മയാണ്. ഇവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിച്ചോണം. അപ്പോൾ ഏത് മതമാണെങ്കിലും, അപ്പം ഞാൻ സ്ഥിരമായി കേൾക്കുന്നതാണ്, ഏത് മതം എടുത്താലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇന്ന മതം നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ മതത്തിലും മനുഷ്യനെ ചൂഷണം ചെയ്യാനാണ് നടക്കുന്നത്. നാളെ മുതൽ ഈ മതത്തിലോട്ടൊന്നും ആരും വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഈച്ചയായിട്ട് ഇരിക്കേണ്ടവർ ഈ മതപുരോഹിതന്മാരല്ല. മതം വിറ്റ് ജീവിക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ് എല്ലായിടത്തും നടക്കുന്നത്. അതിന് നിന്ന് കൊടുക്കുന്ന ഒരു വലിയ വിഭാഗം ജനതയുണ്ട്. നമ്മുടെ മൗലിക അവകാശങ്ങളെ വരെ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ഭരണഘടനയൊക്കെ ഈ മതപുരോഹിതന്മാർ വായിക്കാറുണ്ട്. മൗലിക അവകാശങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. ഈ നാട്ടിലെ നിയമങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. എല്ലാ മതപുരോഹിതന്മാരോടും പറയുന്നത്, ഇന്ന മതം എന്നല്ല, എല്ലാ മതപുരോഹിതന്മാരും. നിങ്ങളല്ല ഭരണഘടന, നിങ്ങളല്ല ഈ കോടതി എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ പറഞ്ഞാലും മനുഷ്യൻ പിന്നെയും ഇവരുടെ അടുത്ത് ചെല്ലും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി. അപ്പോൾ ഇവരെ ചൂഷണം ചെയ്ത് ഇവരിങ്ങനെ ജീവിക്കും. ഇവർ വലിയ, ഞാൻ എന്നെക്കുറിച്ച് സംസാരിക്കാം, ദൈവം ഇങ്ങനെ ഓരോരുത്തരെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാം ജനങ്ങളെ കൺട്രോൾ ചെയ്യുക. വരും കാലഘട്ടത്തിൽ ഞാൻ വരും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഞാൻ വരുമ്പോൾ നിങ്ങളെല്ലാവരെയും സ്വർഗത്തിലോട്ട് പോകാൻ തയ്യാറാക്കി നിർത്തിയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. Take care.